ഹലോ ഗൈസ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒലേരെ ബാക്കിലത്തെ ബ്രേക്കിലും ഫ്രണ്ടിലത്തെ ബ്രേക്കിലും എന്തോ ഒരു സൗണ്ട് വരണുണ്ട്. അപ്പം നമുക്ക് ഇത് നേരെ നമ്മൾ ആറ്റിങ്ങലുള്ള സർവീസ് സെൻ്ററിൽ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു നോക്കാം, എന്താണ് വിഷയം ഒന്ന് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. ഗൈസ്, ഞാൻ സർവീസ് സെൻ്ററിൽ ചെന്നായിരുന്നു, പക്ഷേ അവിടെ അടച്ചു പോയി ഗൈസ്. സർവീസ് സെൻ്റർ ഇപ്പോൾ ഇല്ല ആറ്റിങ്ങിൽ. അങ്ങനെ ഇപ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്ത ഒരു മെക്കാനിക്കിനെ വിളിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഇനിയിപ്പോൾ വേറെ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഇപ്പോൾ ബ്രേക്ക് മാറ്റാനാണെങ്കിൽ എത്ര രൂപ ആവുമെന്ന് ചോദിച്ച്. അപ്പോൾ പറയുന്നത് ഫ്രണ്ടിലത്തെ ആണെങ്കിൽ ഏകദേശം ഒരു 900 രൂപ അടുപ്പിച്ച് റേഞ്ച് വരും, ബാക്കിലാണെങ്കിൽ ഒരു 600 രൂപ 700 രൂപ ആ ഒരു റേഞ്ച് വരും എന്നാണ് പറയണത്. അപ്പോൾ ഇത് തന്നെ 1500 മുകളിലായി ഇപ്പം തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട്, ഇത് ലേബർ ചാർജും കൂടെ ചേർത്താണ് ഈ ഒരു റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നാലും ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലും കൂടെ ചോദിച്ചു നോക്കി എത്ര ആവും എന്നറിയാൻ വേണ്ടി. അപ്പോൾ അവിടെ പറഞ്ഞ വെച്ചിട്ടാണെങ്കിൽ ഫ്രണ്ടിലാഴ്ച 320 തൊട്ട് 350 ആ ഒരു റേഞ്ചും, ബാക്കിൽ 270 തൊട്ട് 300 വരെയുള്ള ആ ഒരു റേഞ്ചാണ് അവർ പറയണത്. ഇതിൽ ലേബർ ചാർജ് ഇൻക്ലൂഡഡ് ആണ്. അതിപ്പോൾ നോക്കിയപ്പോൾ കുറവാണ്. എന്നാലും ഞാൻ എന്നിട്ട് ഓക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ആമസോണിൽ കയറി ഒന്ന് നോക്കി ഇനി റേറ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഈ 2 ബ്രേക്കിനും കൂടെ ആമസോണിൽ ഇട്ടേക്കുന്ന റേറ്റ് 250 രൂപ കൊണ്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ എന്തായാലും ഫ്ലിപ്കാർട്ടിലും കൂടെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ അതിൽ നോക്കിയപ്പോൾ അതിൽ 150 രൂപയുള്ളൂ. ഈ 2 ബ്രേക്കിനും കൂടെ 150 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നും നോക്കിയില്ല, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഇപ്പോൾ നമുക്ക് പേടിഎമ്മിൻ്റെ UPI ഉണ്ടെങ്കിൽ ഒരു 50 രൂപയും കൂടെ ഓഫ് കിട്ടും. ഇങ്ങനെ 120 രൂപയ്ക്ക് കിട്ടും സാധനം. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ 180 രൂപയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം വന്നിട്ട് ഇനി കാണാം ഗൈസ്, ഉള്ളത് തന്നെയെന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും ചെയ്തിട്ടുണ്ട്. 2 ദിവസം എന്നാണ് കാണിച്ചേക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ സാധനം വരും. എന്തായാലും നമുക്ക് കിട്ടിയ ശേഷം നമുക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ ശരിയാക്കാൻ പറ്റും നോക്കാം ഗൈസ്. ഗൈസ്, അപ്പോൾ 2 ദിവസം എന്നാണ് ഇതിൽ കിടന്നത്. 3 ദിവസം എന്നാണ് കിടന്നത്. പക്ഷേ നമുക്ക് ഒരു ദിവസം മുമ്പേ സാധനം കിട്ടി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് വെക്കാനുള്ളതെന്നൊക്കെ നോക്കാം ഗൈസ്. ആദ്യം ഒന്ന് ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്യാം. ഇത് 5 mm ആണ്. ഇത് വെച്ചിട്ട് ഇവിടുത്തെ നട്ടൊന്ന് ലൂസ് ചെയ്യാം. 13 mm റിംഗ് സ്പാനർ എടുത്തിട്ട് ഇവിടുത്തെ നട്ട്, ഈ മുകളിലൊരു നട്ടുണ്ട്, അതൊന്ന് ലൂസ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് പയ്യെ ഊരിയെടുക്കാം. ഇതിൻ്റെ അകത്തൊരു സിലിണ്ടർ ഉണ്ട്, അപ്പോൾ അത് താക്കണമെങ്കിൽ നമ്മൾ പയ്യെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതിൽ മൊത്തം ഒരന് തീർന്നു കഴിച്ചു, അപ്പോൾ ഇത്തിരിയും കൂടെ ബാക്കിയുള്ളൂ. ഇതിലൊന്നുമില്ല, എല്ലാം ഒരന് തീർന്നു. ഇനി മൊത്തത്തിൽ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി പുതിയ ബ്രേക്ക് ഇടാം കഴിച്ചു. ഇത് ഇടുമ്പോഴത്തേക്കൊന്ന് നോക്കിയിടണം കഴിച്ച്, കറക്റ്റ് വീണില്ലെങ്കിൽ ഇത് അതിൻ്റെ മെറ്റലായിരിക്കും ഒരേണത്. ഇനി പയ്യെ തിരിച്ച് കയറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ഇനി ഫ്രണ്ടിലും ചെയ്യാം. ഇവിടെയും 13 റിംഗ് സ്പാനർ വെച്ച് തന്നെ ഊരണം ഗൈസ്. അപ്പോൾ 2 സ്ക്രൂ തന്നെ ഇവിടെ ഉള്ളത്, അതേപോലെ തന്നെ ബാക്കിൽ ഊരി അതേപോലെ തന്നെ ഇവിടെ ഊരാനുള്ളത്. ഇതുപോലെ പയ്യെ അങ്ങ് ഊരിയെടുക്കാം. ഇതിലും കംപ്ലീറ്റ് അത്ര ഒരന് തീർന്നു ഗൈസ്. അപ്പോൾ ഈ ഇരിക്കുന്ന സാധനമാണ് ഇതിൻ്റെ സിലിണ്ടർ. അപ്പോൾ ഇതാണ് ഇതിനെ തള്ളണത്. അപ്പോൾ ഇത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് താക്കണം. ഇനി 5 mm അലൻ കീ വെച്ചിട്ട് ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, അത് 2 ഊരിയാലേ നമുക്ക് ഈ പാഡ് ഊരിയെടുക്കാൻ പറ്റും.
ഇതിൻ്റെ അടിയിൽ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്, അത് ഊരാം. ഞാൻ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ആ മെറ്റൽ പ്ലേറ്റ് തിരിച്ച് വെക്കുകയാണ്. ഇനി ബ്രേക്ക് പാഡ് വെക്കാം. സ്ക്രൂ ഇടാം. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം വർക്ക് ആവുന്നുണ്ടോ. അപ്പോൾ ഗൈസ് സാധനം എല്ലാം വെച്ച് സെറ്റായി. സംഭവം വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ മുമ്പത്തെ കാട്ടി ഇപ്പം നല്ല ബ്രേക്ക് ഉണ്ട്, ആ സൗണ്ട് അങ്ങ് മാറി. അപ്പോൾ ഈ സൗണ്ടിൻ്റെ ഇതിന് രണ്ടാമത്തെ ഒരു വർക്ക്ഷോപ്പിൽ പോയെന്നല്ലേ, അവിടെ ചെന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു ഇത് ബ്രേക്കിൻ്റെ ഇത് തീർന്നതാണോ എന്ന് ചോദിച്ചിരുന്നു. തീർന്നിട്ട് അതിൻ്റെ ആ ഒരു നിങ്ങൾ വീഡിയോ കണ്ടാണെങ്കിൽ ആ ഒരു സാധനം തേനിൽ മെറ്റലിൽ ഒരഞ്ഞുകൊണ്ടാണ് ആ സൗണ്ട് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ബ്രേക്ക് മാറ്റിയപ്പോൾ ആ ഒരു സൗണ്ട് മാറി. ഇപ്പോൾ എല്ലാം ബാക്കിയെല്ലാം കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഇനി ഈ ബ്രേക്ക് വെച്ച് എത്ര നാൾ ഓടുമെന്ന് അറിഞ്ഞൂടെ. എന്തായാലും കമ്പനി ബ്രേക്ക് എനിക്ക് ആകെ ഏകദേശം 9000 കിലോമീറ്റർ ആയപ്പോഴാണ് ഇപ്പോൾ തീർന്നത്. പുതിയ ബ്രേക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ ബ്രേക്ക് മാറ്റണത്. 9000 കിലോമീറ്ററാണ് ആകെ ഓടിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ബ്രേക്ക് എത്ര ഓടും നോക്കാം ഗൈസ്. ഇനിയിപ്പോൾ ആദ്യം സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിപ്പോൾ അവർ മാറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ അങ്ങനെ ബ്രേക്ക് പിടിക്കാത്ത ആളാണ്. കൂടുതൽ റീജനിൻ്റെ ഉള്ളതുകൊണ്ട് അത് വെച്ചാണ് ബ്രേക്കായിട്ട് വരണത്. ഇത് ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം വരണില്ല. പിന്നെ എങ്ങനെ തീർന്നെന്ന് അറിയാൻ വയ്യ ഗൈസ്. എന്തായാലും ഇപ്പോൾ പുതിയത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് എത്ര നാൾ ഓടും നോക്കാം. അപ്പോഴത്തേക്ക് അറിയാൻ പറ്റും ബ്രേക്കിൻ്റെ വിഷയമാണോ അതന്നെ ഓട്ടോമാറ്റിക് ഒരഞ്ഞ് തീർന്നതാണെന്നൊന്നും അറിയാൻ വയ്യല്ലോ. അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. അതുവരെയും ബൈ.